ദ്വിതീയ സ്കന്ധം അധ്യായം 8, 9, 10. ആദ്യത്തെ ചോദ്യം, യുധിഷ്ഠിരൻ എത്ര വർഷം രാജ്യം ഭരിച്ചു? പിന്നീട് രാജ്യഭരണം ഏൽപ്പിച്ചതാരെ? യുധിഷ്ഠിരൻ 36 വർഷം രാജ്യം ഭരിച്ചു. പിന്നീട് രാജ്യഭരണം ഉത്തരാപുത്രനായ പരീക്ഷിത്തിനെ ഏൽപ്പിച്ചു. രണ്ടാമത്തെ ചോദ്യം, ഉത്തരാപുത്രനെ ശപിച്ചതാര്? ശാപം എന്ത്? ശാപ കാരണം എന്ത്? ഉത്തരാപുത്രനെ ശപിച്ചത് ഗവിജാത. ശപിച്ചത് ആര്? അച്ഛന്റെ കഴുത്തിൽ ഇപ്പോൾ ആരാണോ ചത്ത പാമ്പിനെ തോണിലിട്ടത്, പാപിയായ ആ മനുഷ്യനെ 7 നാൾക്കകം തക്ഷകൻ കടിക്കട്ടെ. ഇതാണ് ശാപം. ശാപ കാരണം, വേട്ടയാടിയപ്പോൾ മാനിനെ അമ്പെയ്ത് കൊന്ന് ചത്ത മാനിനെ തേടി ദാഹവും വിശപ്പും കാരണം മധ്യാഹ്നത്തിൽ പരീക്ഷിത്ത് മുനിയോട് വെള്ളം ചോദിച്ചു. സമാധിസ്ഥനായിരുന്ന ആ മുനി ഒന്നും പറഞ്ഞില്ല. കലികൊണ്ട് അതിൻ്റെ അമ്പിന്റെ അറ്റം കൊണ്ട് തോണ്ടി ചത്ത പാമ്പിനെ മുനിയുടെ കഴുത്തിൽ ഇട്ട രാജാവ് സ്വഗൃഹത്തിൽ പോവുകയും ചെയ്തു. മൂന്നാമത്തെ ചോദ്യം, രുരു ആരായിരുന്നു? പ്രമദ്വര ആര്? ഭൃഗുവിന്റെ ഭാര്യ പുലോമ, അവരുടെ പുത്രൻ ച്യവനൻ, ച്യവനന്റെ ഭാര്യ സുകന്യ, അവരുടെ പുത്രൻ പ്രമതി, പ്രമതിയുടെ ഭാര്യ പ്രതാപി, അവരുടെ പുത്രൻ രുരു എന്ന് പരമ തപസ്വി. പ്രമദ്വര ആര്? മേനക വിശ്വാവസുവിൽ നിന്ന് ഗർഭം ധരിച്ചു. സ്ഥൂലകേശന്റെ ആശ്രമത്തിൽ പ്രസവിച്ചു. നദീതീരത്ത് ഉപേക്ഷിച്ചു. സ്ഥൂലകേശൻ പ്രമദ്വര എന്ന് പേരിട്ട് വളർത്തി. നാലാമത്തെ ചോദ്യം, പ്രമദ്വര മരിച്ചതെങ്ങനെ? അവളെ ജീവിപ്പിക്കാൻ രുരു എന്ത് ചെയ്തു? വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന പ്രമദ്വര ഉറങ്ങിക്കിടക്കുന്ന പാമ്പിനെ കാലുകൊണ്ട് ചവിട്ടി. പാമ്പ് കടിച്ച് പ്രമദ്വര മരിച്ചു. രുരു എങ്ങനെയാണ് പ്രമദ്വരയെ ജീവിപ്പിച്ചത്? രുരു കയ്യിൽ വെള്ളം കോരിയെടുത്ത് ഇങ്ങനെ പറഞ്ഞു: ദേവപൂജയിലൂടെ സുഹൃതം, ഗുരുക്കന്മാരുടെയുള്ള ഭക്തിയോടെയുള്ള പൂജ, ഹോമ കർമാദികളിലൂടെ തപസ്, വേദങ്ങൾ, ഗായത്രി, ആദിത്യനെ ഭജിച്ചു കൊണ്ടിരിക്കുക. പ്രമദ്വര ജീവിക്കുക ഇല്ലെങ്കിൽ ഞാൻ പ്രാണൻ വെടിയും എന്ന് പറഞ്ഞ് ജലം ദേവതകളെ ആരാധിച്ച് ഭൂമിയിൽ ഒഴിച്ചു. അഞ്ചാമത്തെ ചോദ്യം, പ്രമദ്വര ജീവൻ തിരിച്ചു കിട്ടിയതെങ്ങനെ? പ്രമദ്വരയുടെ വിരഹം നിമിത്തം ദുഃഖിക്കുന്ന രുരുവിന്റെ മുമ്പിൽ ദേവദൂതൻ വന്നു. ആയുസിന്റെ പകുതി കൊടുത്തിട്ട് പ്രമദ്വരയെ ജീവിപ്പിക്കുക എന്ന് അവർ ധർമ്മരാജാവിന്റെ അടുത്തുപോയി. രുരുവിന് അർദ്ധായുസ് വ്രതാചാര്യ പ്രഭാവത്തിലൂടെ എടുക്കുകയും അത് പ്രമദ്വരയ്ക്ക് ജീവിക്കുവാൻ വേണ്ടിയുള്ള പ്രേരണ കൊടുക്കുകയും ചെയ്തു. ആറാമത്തെ ചോദ്യം, തക്ഷകരിൽ നിന്ന് രക്ഷപ്പെടാൻ പരീക്ഷിത്ത് എന്ത് ചെയ്തു? കാവലിനായി രക്ഷാഭടന്മാരെ നിയോഗിക്കുകയും 7 നിലയിലുള്ള ഉത്തമ മാളിക പണിയുകയും അതിൽ സജീവന്മാരോടു പാർത്തു. കാവൽക്കാരൻ ഉപായങ്ങൾ ഏർപ്പെടുത്തി. കാവലിന് ആനയെ നിർത്തി. കാറ്റുപോലും കടക്കില്ല. ഭക്ഷണം, സ്നാനം, സന്ധ്യാവന്ദനം, രാജകാര്യം എല്ലാം അവിടെ തന്നെ നടത്തി. 7ാമത്തെ ചോദ്യം, കാശ്യപൻ പരീക്ഷത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ തിരിച്ചു പോയത് എന്തുകൊണ്ട്? രാജാവിന്റെ ആയുസ് നശിച്ചിരിക്കുന്നു എന്ന് ധ്യാനത്തിലൂടെ കശ്യപൻ മനസ്സിലാക്കുകയും തക്ഷകനിൽ നിന്ന് ധനം സ്വീകരിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. 8ാമത്തെ ചോദ്യം, ബ്രാഹ്മണകുമാരന്റെ ശാപത്തെ സത്യമാക്കാൻ തക്ഷകൻ എന്ത് ചെയ്തു? സമീപമുള്ള നല്ല സർപ്പങ്ങളെ താപസവേഷം ധരിപ്പിച്ച് രാജസന്നിധിയിൽ അയക്കുകയും രാജാവിന് നൽകാൻ ഫലമൂലാദികൾ ഏർപ്പെടുത്തുകയും ഒരു പഴത്തിനുള്ളിൽ തക്ഷകൻ കീടരൂപത്തിൽ ഒളിക്കുകയും ചെയ്തു. അവരെ അനുവദിച്ചില്ല, എന്നാൽ ഫലമൂലാദികളെ സ്വീകരിച്ചു. പഴുത്ത് പാകമായ ഒരു ഫലം കയ്യിൽ വെച്ച് രാജാവ് സ്വയം മുറിച്ചു. മുറിച്ച പഴത്തിനുള്ളിൽ അണുവോളമുള്ള കൃമി കറുത്ത കണ്ണും ചുമന്ന നിറവും കണ്ട് എന്നെ കൃമി കടിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അതിനെ കഴുത്തിലെടുത്ത് വെച്ചു. അത് തക്ഷകനായി മാറി രാജാവിനെ ചുറ്റി ദംശിച്ചു. വിഷത്തിന്റെ തീനാളങ്ങൾ ഉത്ഭവിച്ചു. പരീക്ഷത്തിനെ കൊന്നു. താങ്ക് യു.